നമസ്കാരം. പാലക്കാട് കോട്ട മൈതാനത്താണ് ഇന്ന് മോർണിംഗ് വൈബ്സുമായി ഞങ്ങളുള്ളത്. മോർണിംഗ് വൈബ്സ് ഇന്ന് പാലക്കാട് ഒപ്പം ആലത്തൂർ മണ്ഡലങ്ങളിലാണ് ഞങ്ങളുടെ സഞ്ചാരം. ഇന്നലെ മുതൽ തന്നെ നമ്മൾ പാലക്കാട് ജില്ലയിലുണ്ട്. നമുക്ക് തൊട്ടുപുറകിൽ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട കോട്ട എന്ന് പറയുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് ആളുകൾ അറിയാം, രാവിലെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു വലിയ മൈതാനമാണ്. 1 കിലോമീറ്ററോളം ചുറ്റളവിൽ നടക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വാക്കേഴ്സ് ക്ലബ്ബുണ്ട്. ഒപ്പം വിശിഷ്ട പ്രധാനപ്പെട്ട ആളുകളും പാലക്കാട്ടുകാരൊക്കെ വോട്ടർമാരൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഏതായാലും ഒരുപാട് രാഷ്ട്രീയ പോരാട്ടം, കനത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. ബിജെപിക്കും എ ക്ലാസ് മണ്ഡലമാണ്. ബിജെപിയും നമുക്കറിയാം, കോൺഗ്രസും ബിജെപിയും സിപിഎമ്മും ഒക്കെ ശക്തമായ പോരാട്ടം. ഇവിടെ സിറ്റിംഗ് എം പി ശ്രീകണ്ഠനാണ്, വി കെ ശ്രീകണ്ഠനാണ്. സിപിഎമ്മും ഒട്ടും പുറകോട്ടല്ല പോരാട്ടകാര്യത്തിൽ. ഒപ്പം സി കൃഷ്ണകുമാർ എന്ന ബിജെപിയുടെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ തവണ 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് കൃഷ്ണകുമാർ എന്ന് നമുക്കറിയാം. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഈ കനത്ത ചൂട്, ഈ ജില്ലയിൽ 45 ഡിഗ്രിയോളമാണ് ഇന്നലത്തെ ചൂട് രേഖപ്പെടുത്തിയത്. ഈ കനത്ത ചൂടിനിടയിലും ശക്തമായ ത്രികോണ പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. പാലക്കാട്ടെ സ്പന്ദനങ്ങളാണ് അടുത്ത 1 മണിക്കൂർ നമ്മൾ പ്രേക്ഷകർക്കായി എത്തിക്കുന്നത്. പ്രധാനപ്പെട്ട വോട്ടർമാർ ചേരും. സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരും. ബിജെപി സ്ഥാനാർത്ഥി അദ്ദേഹവും നമ്മോടൊപ്പം ചേരാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കിരൺ, എന്താണ് പാലക്കാടിന്റെ ഒരു ചിത്രം? പൊതുവെ നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട്. ജനങ്ങളെ കുറേയേറെ ആളുകളെ കണ്ടു. അതോടൊപ്പം തന്നെ 3 സ്ഥാനാർത്ഥികളെ ഇപ്പോൾ സി കൃഷ്ണകുമാറിനെ ഇപ്പോൾ കാണാൻ പോകുന്നു. ഇന്നലെ UDF സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ സിറ്റിംഗ് എം പിയെ കണ്ടു. അതോടൊപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ തന്നെ മുൻ MP കൂടിയായ വിജയരാഘവനെ കണ്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും തികഞ്ഞ ആത്മവിശ്വാസമല്ല. വിജയരാഘവനാണെങ്കിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ ഉറപ്പായും ഇടതിന് വലിയ മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കാമെന്നുള്ള നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. വി കെ ശ്രീകണ്ഠനാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഈ പോരാട്ടത്തിൽ തന്റെ 5 വർഷത്തെ പ്രവർത്തനം തന്നെയാണ് ഏറ്റവും വലിയ മികവായി വി കെ ശ്രീകണ്ഠൻ അവതരിപ്പിക്കുന്നത്. 5 വർഷവും മണ്ഡലത്തിൽ സജീവമായിരുന്നു. എല്ലാ സ്ഥലത്തും താൻ പൂർണ്ണമായി ഉണ്ടായിരുന്നുവെന്നും ജനങ്ങളുമായി അത്രയേറെ ബന്ധമുണ്ടാക്കിയെന്നും കഴിഞ്ഞ 5 വർഷത്തിനും ഇടയിൽ ഉണ്ടാക്കിയ ഒരു വലിയ വിശാലമായ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം വിജയത്തിന് ആധാരമായി കാണുന്നത്. ഒപ്പം എന്തായാലും സി കൃഷ്ണകുമാർ കൂടി നമ്മുടെ ഒപ്പം ഇന്ന് ചേരുന്നുണ്ട്. അദ്ദേഹം മറ്റു 2 പേരും ഇവിടെ ആത്മവിശ്വാസവും അവരുടെ രാഷ്ട്രീയമൊക്കെ അവർ പറഞ്ഞു. ഇതെല്ലാം ഈ മോർണിംഗ് ഷോയിൽ തന്നെ നിങ്ങൾ വിശദമായി തന്നെ അതെല്ലാം കാണാം. എന്തായാലും സി കൃഷ്ണകുമാർ വരുന്നുണ്ട്. അദ്ദേഹത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ എന്താണ് ആത്മവിശ്വാസം എന്നതുകൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച് വലിയ വോട്ട് ശതമാനം നേടിയ ഒരാളാണ്. ഇത്തവണ എങ്ങനെയാണ് കാര്യങ്ങൾ? ഏതാണ്ട് അതിന്റെ ഒരു പ്രചരണം നല്ലൊരു ഉച്ചസ്ഥായിലാണല്ലോ. 5ാം ഘട്ടമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി സ്വീകരണങ്ങൾ 2 ദിവസം മുമ്പ് തുടങ്ങി. വളരെ മികച്ച രീതിയിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബിജെപിക്ക് ഈ മണ്ഡലത്തിൽ ഓരോ തവണയും വോട്ട് പെർസെന്റേജ്, ഞങ്ങൾ അതിന്റെ കണക്കൊക്കെ ഇന്നലെ കൃത്യമായി പറയും, കൂട്ടി വരുന്നു. താങ്കൾ വന്നപ്പോൾ കുറച്ചുകൂടി അതിന് വളരെ മെച്ചപ്പെട്ട സ്ഥിതിയുണ്ട്. ഇത്തവണ എങ്ങനെയാണ് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുള്ളത് തന്നെയാണ്. കാരണം വോട്ടിംഗ് ശതമാനം കൂട്ടുക എന്നല്ല, ഇത്തവണ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. കാരണം രാജ്യത്ത് മുഴുവനുള്ള ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള ഗ്രാമീണ ജില്ലകളിൽ കർഷകർ ഏറ്റവും കൂടുതലുള്ള ഇവിടെ കിസാൻ സമ്മാൻ നിധി പോലെയുള്ള കർഷകർക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ, അത് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടായി മാറും. ഈ ചൂടാണല്ലേ ഇപ്പം എതിർ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ എതിരാളിയെ വന്നിരിക്കുന്നത്. പാലക്കാട് ജനിച്ചു വളർന്നുകൊണ്ട് പാലക്കാടിൻ്റെ ചൂട് കാര്യമായി ബാധിക്കാറില്ല. പക്ഷേ ഇന്നലെയെല്ലാം വളരെ കൂടുതലാണ്. മുൻകാലങ്ങളിലേക്ക് അപേക്ഷിച്ചിട്ട് പാലക്കാടത്തെ ചൂട് വളരെ കൂടുതലാണ്. പക്ഷേ പ്രവർത്തകരുടെ ആവേശവും അവരുടെ തയ്യാറെടുപ്പും കാണുന്ന സമയത്ത് ചൂടിനെ വകവയ്ക്കാതെ ഉച്ചയ്ക്ക് 2 മണിക്ക് പോലും തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചതിന് ശേഷമുള്ള ദിനചര്യകൾ ഒരുപാട് മാറ്റം വന്നു കാണുമല്ലോ? രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ചൂട് കാരണം നേരത്തെ ഇറങ്ങേണ്ടി വരും, ഒരു സമയത്ത് കയറേണ്ടി വരും, പിന്നെ വൈകിട്ട് പിന്നെ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ടോട്ടലി എൻഗേജ്ഡ് ആയിട്ട് മാറുകയാണ് ഓരോ ദിവസം അല്ലേ? അല്ല, എൻ്റെ പതിവ് അങ്ങനെയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് സമയം അല്ലെങ്കിൽ പോലും കാലത്ത് വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്ന സമയത്ത് 6-6:30 കൂടിയിട്ട് വാർഡിലെത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതേ പതിവാണ് ഇന്ന്. അതുകൊണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് നേരത്തെ പ്രവർത്തനം തുടങ്ങുക എന്നുള്ളത് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഈ ഇപ്പോൾ ഞങ്ങൾ 2 ദിവസമായിട്ട് വിവിധ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുകയാണ്. അപ്പം ദേശീയ സർക്കാരിനെതിരെയുള്ള നിരവധിയായ വിഷയങ്ങൾ ചർച്ചയിൽ വരുന്നുണ്ട്. CAA ഉണ്ട്, ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറി വിവാദമുണ്ട്. ഈ പാലക്കാട്ട് എന്താണ് ജനങ്ങൾ കൂടുതലായി പറയുന്നത് അവരെ കാണുമ്പോൾ? ഇത് CAA ഒന്നും അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് വരുന്നില്ല. കാരണം ജനങ്ങൾക്ക് CAA സംബന്ധിച്ച് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറി. CAA ആദ്യം പ്രഖ്യാപിച്ച സമയത്ത് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണയ്ക്ക് മാറി. ഇത് അവരെ ബാധിക്കില്ല എന്നുള്ള അവർക്ക് ബോധ്യമായി. ചെറിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതൊന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ കാര്യമായിട്ട് അത് ബാധിക്കാനും പോകുന്നില്ല. പാലക്കാട്ടെ പ്രധാനപ്പെട്ട വിഷയം കാർഷിക മേഖലയുടെ വിഷയമാണ്. അതുപോലെ തന്നെ കഞ്ചിക്കോട് വ്യവസായ മേഖലയുടെ തകർച്ചയാണ്. പാലക്കാട് കുടിവെള്ളം പോലും എത്താത്ത നിരവധി പ്രദേശങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പാലക്കാട് അവരുടെ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്.
ഈ പാലക്കാട്ടെ ജനങ്ങൾക്ക് താങ്കൾ MP ആയി വന്നാൽ എന്ത് തരത്തിലുള്ള ആശ്വാസം ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏത് തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പാലക്കാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാർഷിക ജില്ലയാണ്. രണ്ട് മുന്നണികളും പാലക്കാടിന് നെല്ലറിയായിട്ടുള്ള പാലക്കാടിനായിട്ട് കാർഷിക രംഗത്തിനായിട്ട് നെൽകർഷകർക്കായിട്ട് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടപ്പിൽ വരുത്തിയിട്ടില്ല. പാലക്കാട് ജില്ലയിലുള്ള മുതലമട മാംഗോ സിറ്റി എന്നറിയപ്പെടുക, മുതലമടയ്ക്ക് മാംഗോ സിറ്റി പാക്കേജ് പ്രഖ്യാപിച്ചു, അത് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ പാലക്കാടത്തെ കർഷകരെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. പാലക്കാടിനായിട്ട് ഒരു പ്രത്യേക കാർഷിക പാക്കേജ് അത് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കേജ് തയ്യാറാക്കി പാലക്കാടിനായിട്ട് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കും. മറ്റെല്ലാ ജില്ലകൾക്കും വന്നിട്ടുണ്ട്. വയനാടിനുണ്ട്, കുട്ടനാടിനുണ്ട്, അങ്ങനെ നിരവധി പാക്കേജ്. ഇടുക്കിക്ക് പ്രത്യേക പാക്കേജ് വന്നിട്ടുണ്ട്. പാലക്കാടിനില്ല, കാർഷിക ജില്ലയായിട്ടും അതുണ്ട്. കഞ്ചിക്കോട് വ്യവസായ മേഖല ഇന്ന് ഏറ്റവും തകർച്ചയിലാണ്. കഞ്ചിക്കോട് വ്യവസായ മേഖല മോദി സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യവസായ ഇടനാഴി ഈ വഴിക്കാണ് കടന്നു പോകുന്നത്. അതെല്ലാം പ്രയോജനപ്പെടുത്തി കഞ്ചിക്കോട് വ്യവസായ മേഖലയുടെ റീവാമ്പിംഗ് അത് ഉണ്ടാവും. അതുപോലെ തന്നെ ചികിത്സാ രംഗത്ത് പാലക്കാട് ഏറ്റവും പുറകിലാണ്. ഒരു മെഡിക്കൽ കോളേജ് 10 വർഷമായി അതിൻ്റെ പണി ആരംഭിച്ച് ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പാലക്കാട് കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് അത് പാലക്കാട് കൊണ്ടുവരും. അതെൻ്റെ ഉറച്ച വാഗ്ദാനമാണ് പാലക്കാട്ടുകാർക്കായിട്ട്. ഏറ്റവും ചികിത്സയിൽ പുറകിൽ നിൽക്കുന്ന രംഗത്ത് പുറകിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. അത് പാലക്കാടിനായിട്ട് കൊണ്ടുവരും. ഈ ഞങ്ങൾ പല ജില്ലകളിലും പോയപ്പോൾ പ്രധാനമായും BJPക്കും കേന്ദ്ര സർക്കാരിന് വരുന്ന ഏറ്റവും വലിയൊരു ആരോപണം ജനങ്ങൾ ഉയർത്തുന്നത് ഈ പെട്രോൾ ഡീസൽ വിലയും LPG വിലയിലും വലിയ ആശ്വാസം ഉണ്ടാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ നൽകിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. 10 വർഷമാകുന്നു. അക്കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വില രണ്ടിൻ്റെയും വലിയ തോതിൽ ഉയരുകയാണ് ചെയ്തത്. ജനങ്ങൾ എന്നോട് ചോദിക്കുന്നത് കേന്ദ്രം കുറച്ചിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ സർക്കാർ കുറച്ചില്ല എന്നുള്ളത്. കേരളത്തിലെ സർക്കാർ പെൻഷന്റെ പേര് പറഞ്ഞ് സെസ് ഏർപ്പെടുത്തി, അധിക നികുതി കുറച്ചില്ല. എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് യഥാസമയം പെൻഷൻ കൊടുക്കുന്നില്ല. ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചല്ല ഇപ്പോൾ പരാതി, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച പരാതി. വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നൽകാത്ത സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് കേരളത്തിൽ വികാരം. ഈ എതിരെയുള്ള മത്സരിക്കുന്ന രണ്ട് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ, ഒരാൾ സിറ്റിംഗ് MP, മറ്റൊരാൾ ഇവിടുത്തെ പ്രധാന നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ താങ്കൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എന്ത് അധികമായി ജനങ്ങൾ ചിന്തിക്കണമെന്നുള്ളതാണ്. എന്തൊക്കെ ഘടകങ്ങൾ ചിന്തിക്കണം? ഇത് വാർഡ് ഇലക്ഷൻ അല്ല, ഇത് വ്യക്തി കേന്ദ്രീകൃത ഇലക്ഷനല്ല. ഇത് ഈ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് മുൻനിർത്തിയാണ് NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മോദി നയിക്കുന്ന NDAയും സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും നയിക്കുന്ന ഇന്ത്യ സഖ്യവും തമ്മിലാണ് മത്സരം. ആ സഖ്യത്തിന്റെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക്, പാലക്കാടിലെ ജനങ്ങൾ അതിനപ്പുറം ഒന്നും ചിന്തിക്കുന്നില്ല. മോദിയും ഇപ്പുറത്തുള്ള ഇന്ത്യ സഖ്യവും തമ്മിലാണ് മത്സരം. ഈ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്കുമ്പോൾ തന്നെ വോട്ടിൽ വലിയ വ്യത്യാസം കൂടിയുണ്ട്. 2,18,000, മറ്റേതെല്ലാം ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിലാണ് 2ാം സ്ഥാനക്കാരുള്ള വ്യത്യാസം. ഈ വലിയൊരു മാർജിൻ മറികടക്കുന്ന ഒരു ആത്മവിശ്വാസം പിന്നിൽ എന്താണ്? തീർച്ചയായിട്ടും MP രാജേഷ് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിനാണ് ഇവിടെ ജയിച്ചത്. ആ 1 ലക്ഷം വോട്ട് മറികടന്നിട്ടാണ് VK ശ്രീകണ്ഠൻ ഇവിടെ ജയിക്കുന്നത്. 1300-ലധികം ബൂത്തുകളുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 1 ലക്ഷം എന്നുള്ളത് ഒരു മാർജിനല്ല. ഒരു ബൂത്തിൽ 100 വോട്ട് അധികം വാങ്ങാൻ കഴിഞ്ഞാൽ 1,30,000 വോട്ടായി. കഴിഞ്ഞ തവണ MP രാജേഷിന് സംഭവിച്ചത് അതുതന്നെയാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുണ്ടായിരുന്ന MP രാജേഷ് ഇടത് സ്ഥാനാർത്ഥി പരാജയപ്പെട്ട് VK ശ്രീകണ്ഠൻ ജയിക്കുന്നു. അപ്പോൾ 1 ലക്ഷം എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ ഗ്രാമ പ്രദേശങ്ങളിൽ പോലും മോദി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ച 8 ലക്ഷത്തിലധികം ആളുകൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അവരാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകുന്നത്. അവരിത്തവണ മോദി സർക്കാരിൻ്റെ അനുകൂലമായിട്ട് NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. അത് പക്ഷേ അപ്പോഴും നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങളും മോദിയുടെ ഒരു കരിസ്മയും ഒക്കെ വലിയ പ്രചരണായുധമാണ് BJPക്ക് ദേശീയ തലത്തിൽ. പക്ഷേ അതിനപ്പുറമുള്ള പ്രചരണമാണല്ലോ ഈ CAA ഒക്കെ ബന്ധപ്പെട്ട് LDFും UDFും. അവരുടെ ഒരു വാദം എന്ന് പറഞ്ഞാൽ ആരാണ് CAA എതിർത്തതിന് മുന്നിൽ എന്നുള്ള തരത്തിലാണ് ജനങ്ങൾക്ക് മുന്നിൽ. അവർ തമ്മിൽ ആ ഒരു കോമ്പറ്റീഷൻ അതിലാണ്. അപ്പോൾ അതിനെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള പ്രചരണം BJPക്ക് നടത്താൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ 2 മുന്നണികളും നടത്തുന്ന വോട്ടിനായിട്ട് നടത്തുന്ന ദുഷ്പ്രചരണമാണെന്നുള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം മനസ്സിലാക്കി കഴിഞ്ഞു. CAA വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരാളും ഇന്ത്യ വിട്ടു പോകേണ്ടി വരില്ല, ഈ രാജ്യം വിട്ടു പോകേണ്ടി വരില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരെ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനുള്ള പ്രചരണവും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനൊന്നും പോകുന്നില്ല. 2 മുന്നണികൾക്കും ന്യൂനപക്ഷ വോട്ടിനെ എല്ലാ കാലത്തും പ്രീണിപ്പിച്ച് ന്യൂനപക്ഷ വോട്ട് ലഭിക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇത് നടക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെയൊന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല. എന്തായാലും ഇത്തവണ കേരളത്തിൽ നിന്ന് BJPക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. പ്രധാനമന്ത്രി തന്നെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലിപ്പോൾ 7 തവണയാണ് വന്നത്. കേരളത്തിലും ഈ വർഷം തന്നെ 3-4 തവണ എത്തി. എന്താണ് ഈ BJP ഇത്തവണ ഈ സൗത്ത് ഇന്ത്യയെ കൂടുതൽ, സൗത്ത് ഇന്ത്യ കഴിഞ്ഞ തവണ വളരെ കുറവായിരുന്നു, നോർത്ത് ഇന്ത്യ പോലെ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഈ സൗത്ത് ഇന്ത്യയിലേക്ക് ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്?
മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യയിലൊക്കെ BJP ഓൾറെഡി വലിയ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. അവിടെ പരമാവധി സീറ്റുകൾ നേടിക്കഴിഞ്ഞു. തെക്കേ ഇന്ത്യയാണ് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് മുന്നേറ്റം നടത്താൻ കഴിയാതിരുന്ന സംസ്ഥാനങ്ങൾ. ഇത്തവണ ആ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ആ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി കൂടുതൽ തവണ വരുന്നത്. BJPയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷാജി ഇത്തരത്തിലുള്ള മുഴുവൻ ആളുകളും ഈ തെക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു. വിജയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ. തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ് ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ് അല്ലേ? ഇന്നത്തേക്ക് എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്ന് കോങ്ങാട് മണ്ഡലത്തിലാണ്. കാലത്ത് കോങ്ങാട് മണ്ഡലത്തിലെ കരിമ്പ, കാഞ്ഞിരപ്പുഴ പ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം പറളി, മങ്കര പ്രദേശങ്ങളിലുമാണ്. അപ്പോൾ എല്ലാ വിജയാശംസകളും. വലിയ ഉപകാരം ഞങ്ങളോടൊപ്പം എത്ര സമയം ചെലവഴിച്ചത്. ഏതായാലും C. കൃഷ്ണകുമാർ BJPയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് വോട്ടർമാരാണ്. നമുക്കറിയാം വോക്കേഴ്സ് ക്ലബ്ബ് എന്ന വലിയൊരു ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരേതാണ്ട് 1500-1600ഓളം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ചാരിറ്റി പ്രവർത്തനം അടക്കം നടത്തി ഒരു മാതൃകാപരമായ പ്രവർത്തനം കൂടി കാഴ്ചവെക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ഈ കോട്ട മൈതാനത്ത് നടക്കുന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന് രൂപവൽക്കരിച്ച ഒരു സംവിധാനം കൂടിയാണത് എന്ന് മനസ്സിലാക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വോക്കേഴ്സ് ക്ലബ്ബ് അല്ലേ? എന്താ അതിന്റെ ഒരു രൂപീകരണത്തിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? വാക്കേഴ്സ് ക്ലബിന്റെ ഫൗണ്ടർ പ്രസിഡന്റാണ് ഞാൻ. അപ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്കും തനിയും നടക്കുന്ന ആളുകളെ കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം. എന്തുകൊണ്ട് ഈ ആളുകളൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു സൗഹൃദം യോജിപ്പിച്ചുകൂടാന്ന് തോന്നുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 2011 2009 ശരിക്കും എൻ്റെ തുടങ്ങി. 2011 രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ 20 പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വന്നിട്ട് ഏകദേശം 1500 പേരുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ 1300 പേരായി. കുറേ പേരൊക്കെ മരണപ്പെട്ടു പോയി. 1300 പേരുള്ള ഒരു വലിയ പ്രസ്ഥാനം ഞങ്ങൾ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ സാധാരണ രാവിലെ കണ്ടുമുട്ടുന്ന അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ? ഞങ്ങൾക്ക് എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പുണ്ട്. മെഡിക്കൽ അവയർനെസ് ക്ലാസ്, പ്രത്യേകിച്ച് ബയോജങ്ങൾക്ക് പ്രയോജനപ്പെട്ട തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളും, ഇപ്പോൾ വിഷു വരുന്നുണ്ട്, ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും പറഞ്ഞ് വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട്. എല്ലാ ബുധനാഴ്ച ഞങ്ങൾ യൂണിഫോം ഇടും. പിന്നെ ID കാർഡുണ്ട്. അതിന് പുറമെ എല്ലാ സുഖദുഃഖങ്ങളും ഞങ്ങൾ പങ്കെടുക്കും. മരണപ്പെട്ടവിടെ പോവും, കല്യാണങ്ങൾക്ക് പോവും. പിന്നെ എല്ലാ വാർഷികം ആഘോഷിക്കും, ഓണം ആഘോഷിക്കും. വാർഷികം ഇപ്പോൾ കഴിഞ്ഞുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ ദിവസം. തുടക്കത്തിൽ ഞങ്ങൾ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് തുടങ്ങിയത്. പിന്നീട് നമ്മൾ ഹെൽത്ത് മാത്രം പോരാ, നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി വേണം പറഞ്ഞ്. ഇപ്പോൾ ഏജ്ഡ് ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. അവരുടെ വീടുകളിൽ ഹോം വിസിറ്റ്. പ്രായമായ ആളുകളാണോ കൂടുതലും മിക്കതും യങ്സ്റ്റേഴ്സ് ജിമ്മിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ വാക്കിംഗ് ഒരു നല്ല എക്സസൈസ് ആണ്. ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ വാക്കേഴ്സ് ക്ലബ്ബ് നമ്മൾ ഫോം ചെയ്തു. 98 വയസ്സുള്ള ആളടക്കം മരിച്ചയാൾ, അയാളടക്കം സ്ത്രീകളുണ്ട്. നമുക്ക് വിമൺ സെല്ലുണ്ട്, നമുക്കൊരു വിമൺ വിങ് ഉണ്ട്. അവരിപ്പോൾ നടത്തും തിരുവാതിര കളി, ഓർഗനൈസേഷൻ, അങ്ങനെ പല പരിപാടികൾ നടത്തും. പിന്നെ മെഡിക്കൽ ക്യാമ്പ് വരുമ്പോൾ എന്താ അറിയോ, അവരെ മുഴുവൻ നമ്മൾ കാരണം പല ഹോസ്പിറ്റലിൽ നമുക്ക് ടൈപ്പ് ഉണ്ട്. അവരുടെ എല്ലാം ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആയിട്ട് എവറി മന്ത് വി ആർ ഡൂയിങ് ഒരു മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ഔട്ട് ഗോയിങ് വാക്കിംഗ് ഉണ്ട് നമ്മുടെ പുറത്ത്, ഒരു പ്രൊപ്പഗാൻഡ. പിന്നെ മറ്റ് നല്ല ഫംഗ്ഷൻ വരുമല്ലോ, ഇപ്പോൾ മറ്റേ എൻവറോൺമെന്റ് ഡേ അല്ലെങ്കിൽ മറ്റേ ഡയബറ്റിക് ഡേ, അത് വരുമ്പോൾ നമ്മളൊരു പുറത്തൊരു നടത്തും, ഒരു പ്രൊപ്പഗാൻഡയൊക്കെ നടത്തും, പ്ലേ കാർഡൊക്കെ പിടിച്ച് നടക്കും. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ സഹകരിച്ചിട്ട് അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യും. എല്ലാവർക്കും ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഏത് കാറ്റഗറികൾ ജാതി മത രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ ആളുകളും. ജില്ലാ കളക്ടറാണ്, പിന്നെ DSP ആണ്. അപ്പൊ നമ്മൾ ഏത് കാര്യത്തിന് അവർ പോയാലും അവർ വളരെ വെൽബീങ് ആണ്. പൊളിറ്റിക്കൽ ഇല്ലാതാനും ഒരു പൊളിറ്റിക്കൽ. നമുക്കിപ്പം തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലം കൊണ്ട് രാഷ്ട്രീയം നിങ്ങൾക്കിടെ സംഘടനയ്ക്കില്ല, പക്ഷെ വ്യക്തിപരമായ എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ കാണും. പാലക്കാടിന് ഒരു രാഷ്ട്രീയം ഒക്കെ ഉണ്ട്. എങ്ങനെ പോകുന്നു പാലക്കാടിന്റെ എന്താണ് പാലക്കാടിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം? പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പിലെ വിഷയം നാഷണൽ, നമ്മളെ MP എന്ന് പറയുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ വരുന്നതാണ്. അപ്പോൾ നാഷണൽ ഇമ്പോർട്ടൻസും ഉണ്ട്, സ്റ്റേറ്റും ഉണ്ട്. രണ്ട് ഗവൺമെന്റും നല്ലതാണ്. രണ്ട് ഗവൺമെന്റും നന്നായി വരണമെന്ന് ആഗ്രഹിക്കണം. ഏത് വരണമെന്നൊന്നും ഞങ്ങൾ ഇപ്പോൾ പറയില്ല. കാരണം പൊളിറ്റിക്കലായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ വാക്കേഴ്സ് ക്ലബിന്റെ അല്ല, ഇനി നമുക്ക് വ്യക്തിപരമായിട്ട് വാക്കേഴ്സ് ക്ലബിന്റെ ഒരു സ്റ്റാൻഡ് ചോദിക്കാൻ പറ്റില്ല. നമുക്ക് വ്യക്തിപരമായ ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമൊക്കെ കാണും. പാലക്കാടിനും ഗുണമുള്ള MP കാൻഡിഡേറ്റ് വരണം തന്നെയാണ് നമ്മൾ പറയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇപ്പൊ ആരാണെന്ന് പറയാൻ തയ്യാറില്ല. എന്തായാലും ശരിയല്ലാത്തതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂട്? എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഗംഭീരാണ്. പക്ഷെ ചില ആൾക്കാരെ കാണാനേ ഇല്ല. ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ഫ്ലാറ്റിലൊക്കെ വന്ന് എല്ലാം കുറെ നേരം ഇരുന്ന് നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ചിലവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ചില ആൾക്കാരെ സ്ഥാനാർത്ഥിയെ കണ്ടിട്ടേ ഇല്ല, സ്ഥാനാർത്ഥി വന്നിട്ടേ ഇല്ല. അപ്പൊ പിന്നെ
അപ്പൊ നമ്മൾക്ക് അവരാരാണെന്ന് ശരിക്കും അറിയില്ല. നമുക്ക് ഏറ്റവും പരിചയവും ഏറ്റവും അറിയണ ഒരാളെ ഉള്ളൂ നമ്മുടെ ഇവിടെ, എനിക്ക് പേഴ്സണലി. അപ്പൊ നമ്മൾ അവർക്കായിരിക്കും മിക്കവാറും വോട്ട് പറയണ്ട. വോട്ട് ആർക്കും വേണമെങ്കിലും ചെയ്ത് ഇഷ്ടമുള്ള ചെയ്യാം. മണ്ഡലത്തിലെ ഒരു പൊതുവിഷയങ്ങൾ എന്തിനെ പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? വേസ്റ്റ് ഡിസ്പോസലിന് ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഈ റോഡ് എന്താ കിടക്കണം, വണ്ടികളൊക്കെ 2-3 കൊല്ലം കൂടെ മാറ്റേണ്ട അവസ്ഥയാണ്. അതിപ്പോൾ ഇവരെ വിചാരിച്ചിട്ടും കാര്യമില്ല, ഹൈവേയിലും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും കുറച്ചൊക്കെ അവർക്ക് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വേസ്റ്റ് മാനേജ്മെൻ്റാണ് ഞങ്ങൾ ലേഡീസിന് ഏറ്റവും വലിയ പ്രോബ്ലം ആയിരിക്കുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇവിടേക്കൊന്നും വണ്ടി നിർത്തിയിട്ട് കാലിറക്കി വെക്കാൻ നിർത്തിയില്ല. കാരണം ഫുള്ള് ഇതാണ്. അവർക്ക് അറ്റ്ലീസ്റ്റ് 2-3 ആൾക്കാരെ നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാമല്ലോ. പണിക്കാരെ നിർത്തി ക്ലീൻ ചെയ്യിപ്പിക്കാമല്ലോ വർക്കേഴ്സിനെ. അതുപോലും ചെയ്യണില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം വന്ന ആൾക്കാരോടും നമ്മൾ ആദ്യം പറയണത് അത് തന്നെയാണ്. ആദ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഓടയുടെ മുകളിലൊക്കെ ഒന്ന് സ്ലാബ് ഇട്ട് തരണം. അതൊക്കെ അവർ ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് അവർ ഇനി വന്നാൽ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഈ രാഷ്ട്രീയം നോക്കിയാണോ അതോ സ്ഥാനാർത്ഥിയുടെ മികവ് നോക്കിയാണോ സാധാരണ വോട്ട് ചെയ്യുന്നത്? അങ്ങനെയില്ല, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറിയിരിക്കുന്നത്, മീൻസ് നമ്മുടെ സ്ഥലത്തിനോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അത് നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. നമ്മൾ പക്ഷെ ആരാണ് നന്നായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യും. നാടിന് വേണ്ടി നന്നായിട്ട് ചെയ്യുന്ന ആളിന് വോട്ട് കൊടുക്കാന്നുള്ളത്. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? കാരണം എപ്പോഴും പോക്കറ്റിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കുറച്ചൊരു 50% ഇടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതറിയാത്ത ആരാണുള്ളത്? അത് ഒരു 50% നാടിന് വേണ്ടി ചെലവാക്കിയ പിന്നെ നമ്മൾ അവരെ തന്നെ കൊണ്ടുപോയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ബാക്കിയുള്ളത് ഒന്ന് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അത്രേ പറയാം. ചെയ്യുന്നവരാണോ ഇത്രയും കാലം നമ്മുടെ നാട് ഭരിച്ചത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്താണെന്നുള്ളത് ഇവിടുത്തെ വികസനം ജനങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ അറിയാലോ. ഇവിടെ ആരാ വികസിച്ചത്? നമ്മൾ സാധാരണ ജനങ്ങൾ താഴേക്ക് പോകുന്നല്ലാണ്ട് കോർപ്പറേറ്റുകൾ മാത്രം 2014 ശേഷമുള്ള കോർപ്പറേറ്റുകൾ വളർച്ച മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഒരു പാർട്ടിക്കാരനും ഇതേ ഇല്ല, ഇഷ്യൂ അല്ല. പക്ഷെ വലിയവന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഉണ്ട് അവിടെ മുമ്പടുത്ത്. ഇന്നത്തെ അങ്ങാടിയിലത്തെ ഒരു ഇതെടുത്ത് നോക്കുക, അങ്ങാടിത്തെ ബിസിനസിന്റെ ഒരു ടോട്ടൽ എടുക്കുകയാണെങ്കിൽ മുമ്പിലിരുന്ന ആ ഒരു ഇതിന്റെ ഒരു 20% മാത്രമേ ഇപ്പോൾ ഉള്ളൂ. 80% കച്ചവടം കമ്മിയാണ്. ഇപ്പൊ ഒക്കെ ദേശങ്ങളുടെ എന്താ പറയുക, എന്തെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറയാമെന്നല്ലാണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ആരും പറയുന്നില്ല. ഇപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ രാജ്യം യഥാർത്ഥമായ രാഷ്ട്രീയക്കാരുമായി വന്നാലേ ഇത് നടക്കുള്ളൂ. അല്ലാണ്ട് ജനങ്ങൾ കണ്ണിൽ പൊടിയിടുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നും വികസിക്കില്ല. വികസനമാണ് വേണ്ടത്. ബാക്കി അമ്പലമോ പള്ളിയോ മറ്റതൊന്നും അല്ല ആവശ്യം. ഒരുപാട് ജനങ്ങൾ ദാരിദ്ര്യത്തിന് താഴെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഏത് പാർട്ടിക്കാരാണെങ്കിലും വന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ദീർഘമായ ഒരു ഇത് വന്നാൽ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ ഈ നോട്ട് നിരോധനത്തിന്റെ ഒരു ഇത് ക്ലിയർ ആവുള്ളൂ. ഇപ്പൊ അങ്ങാടിയിൽ കച്ചവടം ഞാൻ പറഞ്ഞ വെറും 20% ഉള്ളൂ. 80% ഈ കച്ചവടം എവിടെയാ പോയത്? ഈ പൈസ ഫ്ലോട്ടിങ് എവിടെ പോയി? ഒന്നുമില്ല. ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് പറഞ്ഞാണ്. ഇന്ന് കട പൂട്ടിന്റെ സ്ഥിതിയിൽ ഒരുപാട് കച്ചവടക്കാരാണ്. വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് കടകൾ വന്ന് തുറക്കണം. ഈ ചെറുകിട കച്ചവട മേഖലയിൽ കാര്യമായിട്ട് കച്ചവടം കുറഞ്ഞ് ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെയാണ് എന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഒരുപാട് കടകൾ നിവൃത്തി ഇല്ലാണ്ട് തുറന്നുകൊണ്ട് വീട്ടിലിരുന്ന പ്രശ്നമാണ് പറഞ്ഞിട്ട് കടയിൽ അങ്ങാടിയിലും ദിവസം നഷ്ടത്തിലല്ലാണ്ട് ഇവിടെ ഒന്ന് സെൻസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 90% കച്ചവടം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് നേരിട്ട് അറിയാം. ഞാനടക്കം വെച്ച് അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പൊതുവെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റുകളുടെ വളർച്ചയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രധാന വിഷയം അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എന്താണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്? പാലക്കാട് സാധാരണഗതിയിൽ LDFന്റെ കോട്ടയാണ്. അതിലിപ്പോൾ കഴിഞ്ഞ തവണയാണ് ശ്രീകണ്ഠൻ ജയിച്ചത്. ഇപ്രാവശ്യം വലിയ ടഫായിട്ടുള്ള ഒരു പോരാട്ടമാണ്. എൻ്റെ സ്വന്തമായ വ്യക്തിപരമായ അഭിപ്രായത്തിൽ LDF ജയിക്കുന്നതാണ് തോന്നുന്നത്. മറിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നും പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായം പറയാലോ. മത്സരം ശക്തമാണ്. മത്സരം രണ്ട് LDF UDF ശക്തം. BJP ഒരു വിഷയത്തിൽ ഇല്ല. ഇവിടെ 3ാം സ്ഥാനത്ത് വരും എന്ന് വിചാരിക്കണം. എന്നാണ് എന്റെ അഭിപ്രായം. എന്താണ്
വിലയിരുത്തൽ എന്താ പൊതുവെ? പൊതുവെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ആ സ്വഭാവമുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്നു. വികസനത്തിനാണ് നമ്മൾ മുൻകൈയെടുക്കുന്നത്. ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ ഒന്നായി നിൽക്കുന്ന മനുഷ്യൻ എൻ്റെ തൊട്ടടുത്തൊരു മുസ്ലിമാണ്, എനിക്കെന്തെങ്കിലും ആപത്ത് വന്നാൽ ഓടി വെത്തോണ്ട് അവനെ വെറുപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ ഈ വേലിയിലിരിക്കുന്ന ഈ മാരണം നമ്മൾ എങ്ങനെയെങ്കിലും അതെടുത്ത് തോളത്ത് വെച്ചവരും അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടില് ബിരിയാണിയാണ് തൊട്ട് അയൽവാസികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ സ്നേഹം അയാൾക്ക് ബിരിയാണിയുടെ ഇന്നലെ ഉച്ചയ്ക്ക് രാത്രി ബിരിയാണി കഴിച്ചു പറഞ്ഞു എന്നോട്. 2 നേരം കഴിക്കേണ്ട ബിരിയാണി കഴിച്ചിട്ടാണ് രാവിലെ നടക്കാൻ വരുന്നത് അല്ലേ? അപ്പൊ ആ ഒരു സ്നേഹം മതേതരപരമായിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം മതേതരമായിട്ട് വേണം നിൽക്കാൻ. ഒരു 10-35-40 കൊല്ലം മുമ്പ് നമ്മൾ പാലക്കാട് അതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ജനറേഷനും കാര്യങ്ങളും ഇതേപോലെ സംശയം വരികയാണ്, മതേതര അല്ലാതെ ആവുന്നുണ്ടോ എന്ന്. അതിന് മാറ്റം വരണം. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇത്രയും കാലം നിലനിന്നത് എങ്ങനെയോ അവരുടെ സഹകരണമില്ലാതെ ഇന്ത്യ നശിച്ചു പോവുള്ളൂ. യാതൊരു സംശയം. ഇന്ത്യ അല്ല ഇനി ഉണ്ടാവാൻ പോണത്. ഇത് അതാണ് ദേശസ്നേഹത്തിന്റെ പേരിൽ ഈ മനസാക്ഷി പ്രകാരം വോട്ട് ചെയ്തില്ല പറഞ്ഞാൽ ഇന്ത്യയിൽ സമാധാനം ഉണ്ടാകില്ല. അതാണ് ഇപ്പോഴത്തെ ഉള്ള കണ്ടീഷൻ. എന്താ ഒരു പൊതുവെ പാലക്കാടിന്റെ അവസ്ഥ? പാലക്കാടിന്റെ അവസ്ഥയ്ക്ക് മുമ്പ് നമുക്ക് കോയമ്പത്തൂർ നിങ്ങൾ പോയിട്ടുണ്ടോ? കോയമ്പത്തൂർ പോയിട്ടുണ്ട്, പാലക്കാട് അടുത്ത കാലത്ത് പോയിട്ടില്ലെങ്കിലും. പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തെങ്കിലും ഒരു നല്ല ഒരു പർച്ചേസ് നടത്തണമെങ്കിലും മറ്റുമൊക്കെ ഞങ്ങൾ കോയമ്പത്തൂരാണ് പോകാറ്. ആ ഉക്കടം പണ്ടൊക്കെ വളരെ ചേരി പ്രദേശം വളരെ മോശമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ അത് പൂങ്കാവനം പോലെ ആക്കിയിട്ടുണ്ട്. ഒരുപാട് ഫ്ലൈ ഓവറുകളും വന്നിട്ട് അത് അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം അല്ല അവിടെയുള്ളത്. അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും തമിഴ്നാടിന് വേണ്ടി നിൽക്കും. പക്ഷെ കേരളത്തിൽ ഈ 18 MP എന്ത് ചെയ്തു? കേരളത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാവരും സൈലന്റായി. അതിന്റെ നഷ്ടം കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയപ്പോഴാണ് ന്യായം അല്പമെങ്കിലും കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം രാഷ്ട്രീയം നമുക്ക് പറ്റില്ല. കേരളത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ എനിക്ക് തോന്നുന്നു മുൻതൂക്കം, കാരണം മിക്കവാറും എല്ലാ നിയമസഭകളിലും പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് ഒഴികെ ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷം തന്നെയാണ് നിയമസഭ കൈകാര്യം ചെയ്തത്. സ്വാഭാവികമായിട്ടും എ വിജയരാഘവൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ശ്രീകണ്ഠനും കൃഷ്ണകുമാറും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. ശ്രീകണ്ഠൻ സാറും നേരിട്ട് നല്ല പരിചയമുള്ളവരാണ്. എങ്കിലും പൊതുവെ ഒരു വിലയിരുത്തൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്താണ് മൊത്തത്തിൽ താല്പര്യം, നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള താല്പര്യം എന്നുള്ള കാര്യം, അത് സംരക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ എന്താണോ അതാണ് നമുക്ക് യഥാർത്ഥം വേണ്ടത്. അതുകൊണ്ട് വെറും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രമാണ് നമുക്ക് വലുത്. ഭാരതത്തിനോട് ബന്ധപ്പെട്ട രീതിയിൽ ഭാരതത്തിൻ്റെ തനിമ സംരക്ഷിക്കാനും ഇതിൻ്റെ പ്രയോജനം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റാനും കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ ഒരു 10-12 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഭാരതത്തിന് മുഖച്ഛായല്ല എന്ന്. ഈ രീതിയിലുള്ള മാറ്റം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള സാധാരണ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രത്തിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല, രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രത്തിന് അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നവർ ആരാണെന്ന് കണ്ടെത്തിയിട്ട് അവരെ വിജയിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അത്യന്താവശ്യം ആവശ്യം. അല്ലാണ്ട് മറ്റു തരത്തിലുള്ള അനാവശ്യമായ രീതിയിൽ ആളുകളുമായി ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും പ്രചരണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എൻ്റെ പേര് കനകേന്ദ്രൻ എന്നാണ്, പാലക്കാട് തന്നെ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? എങ്ങനെയുണ്ട്? കാര്യമായിട്ട് തന്നെ വലിയ പ്രചരണമാണല്ലോ, നല്ല ചൂടുണ്ടല്ലേ, കുറച്ചു നേരം ഇറങ്ങാൻ പോലും പറ്റില്ല പുറത്ത്. കുറച്ചു നേരം ഇറങ്ങാൻ പോലും പറ്റില്ല അല്ലേ? ഇറങ്ങണേ ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടാണ്. ഞങ്ങള് വൈകിട്ടേ ഇറങ്ങുള്ളൂ, 4 മണി ശേഷം. അത്ര ചൂടാ. രാവിലത്തെ 10 മണിക്ക് കടലിന്റെ ഉള്ളിൽ കയറിയ ഉച്ചയ്ക്ക് ഉണ്ണാൻ കൂടി പുറത്ത് ഇറങ്ങുന്നില്ല. ഇപ്പോൾ 4 മണി ശേഷമേ ഞങ്ങൾ ഉണ്ണാൻ പോകുന്നത്. കാര്യങ്ങൾ ഭയങ്കര മോശം. ഈ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ് ഇവിടെ? ഏത് തരത്തിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ? അതൊക്കെ എന്താണ് ചർച്ചാ വിഷയങ്ങൾ? എന്താ ഇപ്പോൾ ഉള്ളത്? ഞങ്ങളിപ്പോൾ നോമ്പായിട്ട് അധികം പുറത്ത് എവിടെ നിന്നും വന്നിട്ടില്ല. ഈ ചർച്ചാ വിഷയങ്ങളും അധികം സംസാരിച്ചില്ല. എന്നാലും രാഷ്ട്രീയമായി ഇപ്പൊ താങ്കൾ പാലക്കാടിന്റെ ഒരു ഇലക്ഷന്റെ മുന്നിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും ദേശീയ വിഷയങ്ങളും സംസ്ഥാന വിഷയങ്ങളും പാലക്കാടിന്റെ വിഷയങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അത്തരം ഒരു ഏത് തരത്തിലേക്കുള്ള ഒരു മാറ്റം വേണം എന്നുള്ളതാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്?
നല്ല ഒരു മാറ്റം വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് എന്താ കുഞ്ചന നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എനിക്ക് അതിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചപ്പോൾ നല്ല ഒരു ഫൈറ്റ് ഇതാണ് ഇന്നത്തെ സീക്വൻസിൽ. വിജയരാഘവനും ശ്രീകണ്ഠന് കുറച്ച് മുൻതൂക്കം എന്താണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പൊതുവെ ഒരു സോഫ്റ്റ്നെസ് ആണ് ശ്രീകണ്ഠന്റെ എന്താണ് ശ്രീകണ്ഠന്റെ MP ആയിട്ട് അത്യാവശ്യമൊക്കെ ഞാൻ കാണുന്ന വികസനങ്ങൾ പറയാം. കുറച്ച് റോഡുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പല കാര്യത്തിൽ എന്തൊരു കാര്യത്തിന് പോയാലും ശ്രീകണ്ഠൻ വന്ന് മുമ്പടുത്ത് നിൽക്കുന്നുണ്ടാവും. ഏത് അർദ്ധരാത്രി പോയി വിളിച്ചാലും ശ്രീകണ്ഠൻ കാണാൻ പറ്റും. ജനകീയനാണ്. ഒരു സാധാരണക്കാരനായ ഒരു ഇതിലാണ് ഞാൻ കണ്ട ശ്രീകണ്ഠൻ. എന്തൊരു കാര്യം അവതരിപ്പിക്കാം മൂപ്പര് നമ്മളെ വിളിച്ചാൽ വരും ചെയ്യും. അതൊരു സ്പെഷ്യൽ ക്വാളിറ്റിയാണ്. ഇപ്പം നമ്മളിപ്പോൾ വിജയരാഘവനെ പോയി കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം. എന്നാലും നമുക്ക് പരിചയമില്ല, എന്താണെന്നുള്ളത് അറിയില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ശ്രീകണ്ഠന് അങ്ങനെ ഒരു കഴിഞ്ഞ 5 വർഷ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ്. വെറുതെ എന്തായാലും നമുക്ക് എങ്ങനെയുണ്ട് ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂട്? ഏത് തരത്തിലൊക്കെ ചർച്ചകളാണ് വിഷയമായി വരുന്നത്? വിഷയം പ്രധാനമായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള കാര്യമായിട്ടുള്ള ഒരു ഇടപെടലൊന്നും ഇപ്പോഴത്തെ MP നടത്തിയിട്ടില്ല. കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ബെമ്മൽ വിൽക്കാൻ തീരുമാനിച്ചു. പിന്നെ കോച്ച് ഫാക്ടറിക്ക് സ്ഥലം ഏറ്റെടുത്ത് ഇതുവരെയും കോച്ച് ഫാക്ടറിക്ക് ആർക്കും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അത്ര വർഷമായിട്ട് നിൽക്കുകയാണ്. അത്ര വർഷമായിട്ട് അവിടെ നിൽക്കണം. പിന്നെ ഒരു MP എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എപ്പോഴും സമീപിക്കില്ലല്ലോ കാര്യം. ഒരു MP എന്ത് നാട്ടിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ വിജയരാഘവനാണ് ചാൻസ് കൂടുതൽ. എന്തെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ ചർച്ചയായി നിൽക്കുന്നത്? അതായത് പ്രധാനമായിട്ട് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഫണ്ട് കാര്യമായിട്ട് ലഭിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ കേരള ഗവൺമെന്റിനെ ദ്രോഹിക്കുന്ന പ്രശ്നങ്ങളുണ്ട് കേന്ദ്രം, പിന്നെ CAന്റെ വിഷയമുണ്ട്. അപ്പം അതൊക്കെ നാട്ടിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പാലക്കാടിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെയാണ്. വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ്. അപ്പൊ ഇവിടുത്തെ അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ചൂടാണോ ഇവിടുത്തെ ചൂടാണോ കൂടുതൽ? ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് തന്നെയാണല്ലോ. മനസ്സിലായില്ല? അതിന്റെ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് ചൂടുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര തളച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാലക്കാട്. എന്തായാലും പാലക്കാട്ടെ രാഷ്ട്രീയം തിളച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തും ആ മട്ടിൽ തന്നെ ചൂടാണ് എന്നാണ് പറയുന്നത്. ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചും ആളുകൾക്ക് സ്വാഭാവികമാണ് അത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. അതിനെല്ലാം കൂടി ചേർന്നാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത്തരം അഭിപ്രായങ്ങളുടെയൊക്കെ ഒരു സമന്വയവും അതിന്റെ ഒരു മത്സരമൊക്കെ ആണല്ലോ നടക്കുന്നത്. എന്തായാലും അത്തരം ഒരു വലിയ സംവാദങ്ങൾ കൂടി പാലക്കാട് നടക്കുന്നു. എനിക്ക് തോന്നുന്നു അതെ, വിജയരാഘവൻ ഇന്നലെ നമ്മളുമായി സംസാരിച്ചിരുന്നു. വിജയരാഘവൻ പ്രധാനമായും പറയുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇത്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ ഒന്നുമല്ല. ഇത് ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഇന്ത്യ ഒരു നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ മതേതര ഇന്ത്യ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടത്തിനാണ് നിൽക്കുന്നത്. അതിനാണ് പാലക്കാട് വോട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ MP ഫണ്ട് ചെലവഴിച്ചത് കേട്ടപ്പോണ്ട് അദ്ദേഹത്തിന്റെ കമ്പനി ഇങ്ങനെയാണ്. എല്ലാ MP-മാരെ സംബന്ധിച്ചും ഫണ്ട് സ്വാഭാവികമായും ഉണ്ടാകും. ആ ഫണ്ട് ചെലവഴിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല. ഈ പാലക്കാട് MP മാത്രമല്ല, എല്ലാ MP-മാരും അത് ഏറെയും കുറഞ്ഞുമൊക്കെ ചെലവഴിക്കുന്നുണ്ട്. അതിന്റെ ഒരു വിലയിരുത്തൽ ഒന്നുമല്ല. ഇത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കണം എന്നുള്ളതാണ്. ആ രാഷ്ട്രീയമാണ് താൻ ഉയർത്തിപ്പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാടിന്റെ വികസനം, കാർഷിക മേഖലയിലെ വികസനം, അതോടൊപ്പം തന്നെ വ്യാവസായിക മേഖലയിലെ വികസനം, അതിന്റെ ബദൽ കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേട്ടുവരാം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ പാലക്കാട് AKGയും EK നായനാറും പ്രതിനിധീകരിച്ച മണ്ഡലം. 2019 ഒഴിച്ചു നിർത്തിയാൽ തുടർച്ചയായി 6 തവണ ഇടതുമുന്നണി വിജയിച്ച മണ്ഡലം. ഇക്കുറി അത് തിരിച്ചുപിടിക്കാനായി സംസ്ഥാനത്തെ തലമുതിർന്ന CPM നേതാവിനെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മുൻ പാലക്കാട് MP കൂടിയായ A വിജയരാഘവൻ. എന്തുകൊണ്ട് താങ്കൾക്ക് പാലക്കാട് ജനങ്ങൾ വോട്ട് ചെയ്യണം? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇടതുപക്ഷം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വഹിക്കുന്ന ഗുണപരമായ ഇടപെടലുണ്ട്. ആ ഗുണപരമായ ഇടപെടൽ നമ്മുടെ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ താല്പര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും സാധാരണ മനുഷ്യന്റെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ശക്തിപ്പെടുക എന്നത് അതിപ്രധാനമാണ്. വിശേഷിച്ചും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയ്ക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സാമൂഹ്യ തുല്യതയ്ക്കും ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടിരിക്കുന്ന
ഒരു കാലമാണിത്. അവിടെ പാവങ്ങൾ കൂടുതൽ ദരിദ്രരാകുന്നു എന്ന സാഹചര്യം നിലനിൽക്കുന്നു. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങൾ തീവ്രവർഗീയത ഉൾപ്പെടെ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ മതനിരപേക്ഷതയും അതോടൊപ്പം മാനുഷികമായ ജീവിത യാഥാർത്ഥ്യങ്ങളും പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന, അത് പരിഹരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് വലിയ ചുമതല. കേന്ദ്രത്തിൽ BJP സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തിലാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും നിൽക്കുന്നത്. ദേശീയ തലത്തിൽ അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കോൺഗ്രസിനാണ് എന്നുള്ള വാദമാണ് UDF-ഉം കോൺഗ്രസും ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് മറിച്ച് വേണം എന്ന് പറയുന്നത്? ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന ഒരു BJP ഇതര രാഷ്ട്രീയ ഘടന, ആ രാഷ്ട്രീയ ഘടനയിൽ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. അവിടെ അത്തരമൊരു രാഷ്ട്രീയ ഘടനയുടെ ഉറപ്പിൽ ഏറ്റവും പ്രധാനം വ്യക്തതയുള്ള രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനങ്ങൾ അതിൽ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം BJP-യെ ദേശീയ രാഷ്ട്രീയ ഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതിനെ തടയാൻ ബലപ്രദമായി ഉപയോഗപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ്. ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഘട്ടത്തിൽ മറ്റെല്ലാ മതനിരപേക്ഷ പാർട്ടികളെയും BJP-ക്കെതിരായി ഒന്നിപ്പിക്കാൻ സാധിക്കേണ്ട, അതിന്റെ ഭാഗമായിട്ട് 1989 മുതലുള്ള രാഷ്ട്രീയ ഘടനയിൽ ആ ഒരു ശ്രമം കാണാൻ കഴിയും. BJP-ക്ക് അധികാരത്തിൽ എത്താതിരിക്കാനുള്ള ഒരു പരിശ്രമം. അപ്പോൾ ഇടതുപക്ഷം നിർണായകമായ എണ്ണം പാർലമെന്റിലുണ്ടായപ്പോൾ ആ ശ്രമത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയണ്ടായി. ആ ഒരു റോളല്ല കോൺഗ്രസ് വഹിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വസ്തത ആ കാര്യത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ചാഞ്ചാട്ടമുള്ള രാഷ്ട്രീയമാണ്. കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സംഘപരിവാറുമായിട്ടും BJP-ആയിട്ടൊക്കെ വളരെ അടുപ്പം പ്രകടിപ്പിക്കുന്നവരും ഒരേ ആ സ്വരത്തിൽ സംസാരിക്കുന്നവരും. ഈ രാഷ്ട്രീയം പറയുമ്പോൾ പ്രധാനമായും UDF ഉന്നയിക്കുന്ന ആരോപണം VP സിംഗ് സർക്കാരിനെ BJP-യുമായി ചേർന്നാണ് പുറത്തുനിന്ന് പിന്തുണച്ച് കോൺഗ്രസ് സർക്കാരിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. ഒന്നാം UPA സർക്കാരിനെ സഹായിച്ചെങ്കിൽ ആ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ചതും ഇതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവരെ വിശ്വസിക്കുക എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. VP സിംഗ് ഗവൺമെന്റിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടായി. ഞങ്ങൾ അതിലൊരു കണ്ടീഷനാണ് വെച്ചിരുന്നത്. ഞങ്ങളെ കണ്ടീഷൻ സപ്പോർട്ട് BJP-ക്ക് മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു. ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ VP സിംഗിനെ പിന്തുണച്ചത്. VP സിംഗ് BJP-ക്കും ഞങ്ങൾക്കും മന്ത്രിസ്ഥാനം തരാൻ തയ്യാറായിരുന്നു. ഞങ്ങൾ വെച്ച നിബന്ധന BJP-ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കരുത്, ഞങ്ങൾ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്നില്ല. അവിടെ ഒരു റോള് വയ്ക്കുന്നില്ല, അതൊരു പോസിറ്റീവ് റോളാണ്. അതല്ല ആ മന്ത്രിസഭയെ താഴെയിറക്കാൻ BJP-യുടെ ഒപ്പം ഒരുമിച്ച് കൈകോർത്ത് മനോഹരമായി വോട്ട് ചെയ്ത പാർട്ടിയാണ് ആര്? കോൺഗ്രസ്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് മറക്കരുത്, അതുകൂടി കൂട്ടി ചോദിക്കണം. ഏത്? നമ്മളവരെ പിന്തുണച്ചു എന്ന ചോദ്യത്തോടൊപ്പം കോൺഗ്രസും BJP-യും കൈകോർത്ത് പിടിച്ചത് മറന്നിട്ടില്ലല്ലോ എന്നും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ചോദ്യത്തിന്റെ ഒരു പൂർണ്ണത ഉണ്ട്. പക്ഷേ ചോദ്യം തെറ്റില്ല. മറ്റേ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനുള്ള കരാറിനെക്കുറിച്ചുള്ള തീരുമാനവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. UPA സർക്കാരിന്റെ പ്രശ്നത്തിൽ നമ്മൾ കണ്ടത് UPA സർക്കാരിന് അൺകണ്ടീഷണൽ സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തത്. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആർക്കാണ് സപ്പോർട്ട് കൊടുത്തത്? കോൺഗ്രസിനാണ്. എന്തിനാ കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്നത്? കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്നത് പിന്നെ BJP വരാതിരിക്കാനാണ്. BJP വരാതിരിക്കാൻ ഞങ്ങൾ കോൺഗ്രസിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. കോൺഗ്രസ് അതിന്റെ റെസിപ്രോക്കൽ ജസ്റ്റർ എന്ന നിലയ്ക്ക് സ്വീകരിക്കേണ്ട ഒരു നിലപാട്, സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ പൊതു നിലപാട്, ആ പാർട്ടിക്ക് പരിക്കേൽക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഗവൺമെന്റ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ ബേസിക്സിന് നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വരും. വളരെ അതിന്റെ അവസാന ഘട്ടം വരെ നമ്മൾ പിന്തുണ കൊടുത്ത് പോകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ UPA ഗവൺമെന്റിന്റെ വിശ്വാസപ്രമേയ ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് എടുത്തൊരു പ്രസംഗമുണ്ട്, ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. മൻമോഹൻ സിംഗ് പറഞ്ഞു, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഫ്രീഡം, ഐ ഗോട്ട് ഫ്രീഡം ഔട്ട് ഓഫ് ലെഫ്റ്റ് എന്നാ പറഞ്ഞു. ഔട്ട് ഓഫ് ലെഫ്റ്റിന്റെ ഫ്രീഡം കിട്ടി. 5 കൊല്ലം മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്താ? 10 കൊല്ലത്തെ നരേന്ദ്രമോദി വരണമാണ്. അത് നമ്മൾ മറക്കരുത്. 5 കൊല്ലം ഞങ്ങൾ പിന്തുണ പിൻവലിച്ചോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റിനേക്കാൾ പ്രസക്തിയുണ്ട്. ഞങ്ങൾ പിന്തുണ പിൻവലിച്ചതിന് ശേഷമുള്ള മൻമോഹൻ സിംഗിന്റെ പ്രവർത്തനത്തിന്റെ ഗുണഭോക്താവ് ആരാണ്? BJP-യാണ്. അതുതന്നെയാണ് ഞങ്ങൾ മുൻകൂട്ടി കണ്ടത്. BJP-ക്ക് ഗുണം കിട്ടുന്ന തരത്തിലേക്കുള്ള പോളിസിയിലേക്ക് ആര് പോകുന്നു? മൻമോഹൻ സിംഗ് പോകുന്നു. ഞങ്ങളുടെ ആശങ്ക അസ്ഥാനത്തായില്ല എന്ന് കാലം തെളിയിച്ചില്ലേ?
ഞങ്ങളുടെ നിലപാടായിരുന്നു ശരി. കേരളത്തിലെ തലമുതിർന്ന നേതാവാണ് എ കെ ആന്റണിയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകന് ഒരു കൈക്കൂലി ആരോപണം ദല്ലാൽ നന്ദകുമാറാണ് ഉന്നയിച്ചെങ്കിലും അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷെ അതിനെ പ്രസക്തമാക്കുന്നത് ഈ ആരോപണത്തെ ഒരു പരിധിവരെ PJ കുര്യൻ ശരിവെക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ കാലത്തെ ഈ ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ? അതായത് ഇതിന്റെ വസ്തുതകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭരണ സംവിധാനത്തെ ദുർവിനിയോഗം ചെയ്യുക എന്നല്ല. ഭരണ സംവിധാനം ദുർവിനിയോഗം ചെയ്യാൻ അതാത് കാലത്തെ കോൺഗ്രസ് ഭരണത്തിലായാലും BJP ഭരണത്തിലായാലും സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ഭാഗം. മറ്റതൊക്കെ ഇപ്പോൾ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഇത് ഒരു വ്യക്തിക്ക് നേരെയും നമ്മൾ എന്താ പറയുക, നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടാത്ത തരത്തിൽ എത്തുമ്പോൾ നമുക്ക് വ്യക്തിയെ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. പക്ഷെ പുറത്തു വന്ന വിഷയത്തെയാണ് നമ്മൾ നോക്കുന്നത്. പുറത്തു വന്ന വിഷയം നോക്കിയാൽ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഗുരുതരമായ പരിമിതികൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ആക്ഷേപം. കുറെ കൂടി വസ്തുക്കൾ പുറത്തു വരുമ്പോഴാണ് നമുക്ക് സംബന്ധിച്ചുള്ള പൂർണ്ണത വരിക. പ്രത്യക്ഷത്തിൽ ഇത്തരം ഏജൻസികളെ ദുർവിനിയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാത് കാലത്ത് എന്നതിന്റെ ഒരു തെളിവും കൂടിയാണത്. ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് കേരളത്തെ ഇത്രയേറെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ, പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകൾ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ ആളുകൾ ഇത് കാണണം, മാതൃകാപരമായ സിനിമയാണ്, അവരുടെ ചെറുപ്പക്കാർ ഇത് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഒരു BJPയുമായിട്ടുള്ള സഭകളുടെ ഒരു ബന്ധത്തിൻ്റെയൊക്കെ ഒരു തെളിവായി കൂടി കണ്ടുകൂടെ? അത് അവർ വ്യക്തമാക്കേണ്ടതാണ്, അവരാണ് വ്യക്തമാക്കേണ്ടത്. നമ്മൾ വ്യക്തമാക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ ഈ കേരള സ്റ്റോറി ബേസിക്കലി ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ താല്പര്യത്തെയാണ് ഉയർത്തിപ്പിടിച്ചത്. അതായത് കേരള സ്റ്റോറിക്ക് തൊട്ടുമ്പോൾ വന്ന കശ്മീർ സ്റ്റോറി ഉണ്ടായിരുന്നു. ഇനിയും ചില സ്റ്റോറികൾ അവരിറക്കും, കശ്മീർ ഫയൽസ്. അപ്പോൾ ഇത് ബേസിക്കലി അതൊരു പൊളിറ്റിക്കൽ സംഗതി, യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന കെട്ടുകഥകൾക്ക് ചുറ്റും തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹധാരയെ തകർക്കാണ്. കേരളം എന്ന് പറഞ്ഞാൽ അത്യന്തം മതനിരപേക്ഷത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. ഇപ്പോഴത്തെ വിഷയം അതല്ല, ഇത് നേരത്തെ ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സഭകൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം സ്വാഭാവികമായും BJPക്ക് അനുകൂലമായ ഒരു സന്ദേശം തന്നെയല്ലേ? അല്ല, അത് നമ്മുടെ സമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു പെരുമാറ്റമല്ല. അതാണ് കേരളത്തിന്റെ സെക്കുലർ സമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു പെരുമാറ്റമല്ല ഇക്കാര്യത്തിൽ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിജയരാഘവനാണ് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയാണ് സംസാരിച്ചത്. നിരവധി വിഷയങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറി വിവാദവും പരാമർശിച്ചാണ് അദ്ദേഹം ന്യൂസ് 8 സംസാരിച്ചത്. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം VK ശ്രീകണ്ഠൻ MP, ഇപ്പോൾ നിലവിലുള്ള MP VK ശ്രീകണ്ഠനും ന്യൂസ് 8 തന്റെ കാര്യങ്ങൾ, തന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിജയ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഗോകുലത്തിൽ ജീമാൻ പാലക്കാട് മത്സരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം പാലക്കാട് സിറ്റിംഗ് MP VK ശ്രീകണ്ഠനാണ് UDF സ്ഥാനാർത്ഥിയായി ഇക്കുറിയും മത്സരിക്കുന്നത്. അദ്ദേഹത്തെയും നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അദ്ദേഹവും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പ്രധാനമായും ആത്മവിശ്വാസത്തിന് കാരണമായി പറയുന്നത് പാലക്കാട് മണ്ഡലത്തിന്റെ വിഷയം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷവും താൻ ഈ മണ്ഡലത്തിൽ സജീവമായിരുന്നു. മണ്ഡലത്തിന്റെ എല്ലാ വിഷയങ്ങൾക്കും ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഏത് സമയവും തന്നെ ആർക്കും സമീപിക്കാനുള്ള അവസ്ഥയുണ്ടായിരുന്നു. MP അത്രത്തോളം അവൈലബിൾ ആയിരുന്നു. അല്ലെങ്കിൽ പാലക്കാടിന് ഏതെല്ലാം തരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള വികസന പദ്ധതികൾ എത്തിക്കാൻ കഴിയുമോ അതിനെല്ലാം തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ദേശീയ രാഷ്ട്രീയ വിഷയം, ദേശീയ തലത്തിൽ BJPക്കെതിരെ ബദലായി നിൽക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കേന്ദ്രത്തിൽ BJP സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയൂ. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും CPMോ അല്ലെങ്കിൽ ഇടതു പാർട്ടികളോ നേരിട്ട് BJPയുമായി പോരാടുന്നുണ്ടോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ BJPയെ ദേശീയ തലത്തിൽ നേരിടാൻ കഴിയുന്നത് ഒരേ ഒരു പാർട്ടിക്ക് മാത്രമാണ്. ആ പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ BJP സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയൂ എന്നുള്ള ദേശീയ രാഷ്ട്രീയം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള, സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികൾക്കെതിരെയുള്ള വികാരം കൂടി തനിക്ക് വോട്ടായി മാറുമെന്നും പറയുന്നു. നമുക്ക് എന്തായാലും VK ശ്രീകണ്ഠന്റെ വാക്കുകൾ കേൾക്കാം. 6 തവണ തുടർച്ചയായി ഇടതുമുന്നണി ജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ UDFന് വേണ്ടി തിരികെ പിടിച്ചത്. ശ്രീ VK ശ്രീകണ്ഠനാണ് UDFന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. എന്തുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾ വീണ്ടും താങ്കളെ ജയിപ്പിക്കണം? നമസ്കാരം. ജനങ്ങളോട് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് അവർ പറയും. ഇന്നിപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വലിയ ജനവികാരം ഉണ്ട്.
സത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ രാജ്യം മുഴുവൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളം അതിന് വലിയ മാതൃകയാണ്. ഇപ്പോൾ ഒരു വർഗീയ ഫാസിസ്റ്റ് സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ, BJP സർക്കാർ എന്ന് വലിയ തോതിലുള്ള ആക്ഷേപമുണ്ട്. അനുഭവമാണ് ജനങ്ങളുടെ. ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണം. കോൺഗ്രസ് അതാണ് മുദ്രാവാക്യം മുഴക്കുന്നത്. മാത്രമല്ല രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണെന്നാണ്. അത് ഏകദേശം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. പ്രത്യേകിച്ച് മതേതര നിലപാടുള്ള പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് ഞാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും. പ്രധാനമായും BJP വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തമായ നിലപാടെടുക്കുന്നത് ഇടതുമുന്നണിയാണെന്നും കേരള സർക്കാരാണെന്നും ഇടതുമുന്നണിയും കേരള സർക്കാരും ആവർത്തിച്ച് പറയുന്നുണ്ട്. CA നിലപാടടക്കം കോൺഗ്രസിന്റെ പ്രകടനപത്രത്തിലടക്കം CA എന്ന് നേരിട്ട് പറയാൻ പോലും തയ്യാറാവുന്നില്ല. അത്രത്തോളം മൃദു സമീപനമാണ് സ്വീകരിക്കുന്നുള്ള ആരോപണം അത് എല്ലാ മണ്ഡലങ്ങളും ശക്തമായി ഉന്നയിക്കുന്നു. സ്വാഭാവികമായി ഇവിടെയുമുണ്ട്. എന്താണ് മറുപടി? ഇതെല്ലാം പ്രസംഗിക്കാനും പ്രചരണത്തിനും കൊള്ളാം. CPMന്റെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ 543 സീറ്റിൽ മത്സരം നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സീറ്റിൽ CPM BJP മത്സരമുണ്ടോ? തെളിയിച്ചാൽ ഞാൻ പിൻവലിക്കാം. ഏതെങ്കിലും ഒരു സീറ്റിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ BJP CPM നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടോ? എന്ത് പോരാട്ടമാണ് ഇവർ നടത്താനിരിക്കുന്നത്? റോഡിൽ കൂടെയുള്ള ബഹളം നടത്തി വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം BJPയെ സഹായിക്കാൻ. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ മുദ്രാവാക്യം. അതുപോലത്തെ ഒരു മുദ്രാവാക്യം മുഴക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ഇവർ തമ്മിലുള്ള ബാന്ധവമാണ് ഇതിൻ്റെ പിന്നിൽ. ഇന്ത്യയിൽ ഒരു ചുക്കും CPMന് രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയില്ല. ദേശീയ പാർട്ടിയുടെ അംഗീകാരം പോകാതിരിക്കാൻ ഈനാമ്പേച്ചി മരപ്പെട്ടിയും ചിഹ്നമായിട്ട് കിട്ടാതിരിക്കാൻ വോട്ട് ചെയ്യണമെന്നാണ് AK ബാലൻ പറഞ്ഞത്. അല്ലാതെ ഒരു CAA അല്ല, ഒരു ഭരണഘടന നിലനിർത്താനല്ല, ഈ രാജ്യം നിലനിർത്താനല്ല. കോൺഗ്രസ് പറയുന്നത് രാജ്യം നിലനിൽക്കണം, ഇന്ത്യയിൽ മതേതരത്വം വേണം. ആരാ CAAക്കെതിരെ നിലപാടെടുത്തത്? ഇന്ത്യൻ പാർലമെന്റിലെ കണക്കുകൾ നോക്കണം, വിവരങ്ങൾ നോക്കണം. മുഖ്യമന്ത്രി പ്രസംഗിച്ച അതിനെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ ചാനലുകാർ? അങ്ങനെ പറ്റുമോ? ലോക്സഭയുടെ നടപടിക്രമങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ CAAക്കെതിരായിട്ട് വോട്ട് ചെയ്ത ആളുകളാണ്. ഞങ്ങളെ പാർലമെന്റിൽ നിന്ന് പ്രതിഷേധിച്ച് പുറത്താക്കിയ ആൾക്കാരാണ്. ഞങ്ങൾ രാഷ്ട്രപതി ഭവൻ മാർച്ച് നടത്തിയപ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആൾക്കാരാണ്. അതൊക്കെ നിഷേധിക്കാൻ കഴിയുമോ ഒരു രാജ്യത്ത്? അങ്ങനെയാണോ? പഴയ കാലമാണോ? ഇപ്പം നിങ്ങളുടെ ഹൈടെക് സംവിധാനം, ഇന്റർനെറ്റ് ഫെസിലിറ്റി, വെബ്സൈറ്റ്, ലോക്സഭയുടെ രേഖകൾ പരിശോധിക്കണം. മുഖ്യമന്ത്രിയായിട്ട് ഞാൻ നേരിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണ്. ഒന്ന് ക്ഷണിച്ചു തരുമോ ഒരു 5 മിനിറ്റ്? അതുപോലെ ഇപ്പം തന്നെ കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ആക്ഷേപം കേന്ദ്ര സർക്കാർ, അതിനെതിരെ കേരളം വലിയ സമരത്തിലും നിയമ പോരാട്ടത്തിലും ഒക്കെ നിൽക്കുന്നു. അപ്പോഴും പ്രധാനമായ ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിന്റെ വിഷയം വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ MP മാർ ആ സംസ്ഥാനത്തിന്റെ വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിൽക്കാറുണ്ട്. അത്തരം ഒരു ഒന്നിച്ച സമരത്തിന് കേരളത്തിലെ ഈ 19 UDF MP തയ്യാറായില്ല എന്നൊരു ആക്ഷേപം സജീവമായി വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ അതിപ്രസരം വികസന കാര്യത്തിൽ നടക്കുന്നത് കേരളത്തിലാണ്. അതിൻ്റെ കാരണം എന്തറിയോ? ഒരു ഭാഗത്ത് CPMമാണ്. വികസന വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് CPMമാർ. ഞങ്ങളെ ഒരു വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ 20 സീറ്റിൽ 19 സീറ്റ് UDF ജയിച്ചു. ഒരു പ്രാവശ്യമാണ് ഫിസിക്കൽ മീറ്റിംഗ് MP മാരുടെ മുഖ്യമന്ത്രി വിളിച്ചത്. ആ മീറ്റിംഗിൽ പോലും ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ആവശ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത ഗവൺമെന്റും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. ഞങ്ങൾ കേരളത്തിന് വേണ്ടിയല്ലാതെ ഒറീസയ്ക്കും ബംഗാളിനും ആസാമിനും വേണ്ടിയാണോ വികസന കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്? ഞങ്ങളുടെ 20 പേര് ഇനി CPMന്റെ MP കൂട്ടിക്കോ, അയാൾക്ക് തമിഴ്നാട്ടിൽ വേണമെന്ന് ആവശ്യപ്പെടാൻ പറ്റുമോ? ഞങ്ങൾ ആവശ്യപ്പെട്ട മുതൽ കേരളത്തിന് വേണ്ടിയാണ്. പക്ഷേ ഞങ്ങളിന്ന് മുഖവിലക്കെടുക്കാൻ പോലും കേരളത്തിലെ ഗവൺമെന്റ് രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് ചെയ്തില്ല. ഞങ്ങൾ ചെയ്ത കാര്യം ഇല്ലാന്നങ്ങ് പ്രചരിപ്പിച്ച അതുകൊണ്ട് സത്യമാവോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോക്സഭാ രേഖകളുണ്ട്. എൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു, എൻ്റെ ഡിബേറ്റുകൾ ഏതൊക്കെയായിരുന്നു, ഞാൻ സംബന്ധിച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തെല്ലാമാണ് പറഞ്ഞത്. കേരളത്തെ സാമ്പത്തിക കടക്കണിയിലാക്കരുതെന്നും ഓരോ ബഡ്ജറ്റിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ MP മാർ, UDF MP മാർ, ആരാ CPMന് വേണ്ടി 1 മിനിറ്റ് സംസാരിക്കുന്ന ആരിഫോ? അവിടെ പറയുന്നത് കേൾക്കുക പോലുമില്ല. അദ്ദേഹത്തെ കുറ്റം പറയില്ല, അദ്ദേഹത്തിന് ആകെ 1 മിനിറ്റ് സമയം കിട്ടൂ. കാരണം ആരാ? ലോക്സഭയിൽ കേരളത്തിന് ഒരാളേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളെല്ലാവരും വളരെ ശക്തമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി വെട്ടിക്കുറച്ചതിന്, അതുപോലെ NHMന്റെ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിന്, അരി വെട്ടിക്കുറയ്ക്കുന്നതിന്. എന്താ സംഭവം? മറുപടി പറയുമ്പോൾ ഞങ്ങൾ തലതാത്തിരിക്കേണ്ട സ്ഥിതി എന്തറിയോ? സമയാസമയത്ത് കണക്ക് കൊടുക്കാതെ, ഓഡിറ്റ് നടത്താതെ, തട്ടിപ്പ് നടത്തി അങ്ങനെ മുന്നോട്ട് പോവുക ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെതിരെ അവർ ശക്തമായിട്ട് നിയമപരമായിട്ട് നോക്കുന്നു. ആ നിയമ പോരാട്ടം നടത്തേണ്ട ഉത്തരവാദിത്വം ആരാണ്? അതിന്റെ ഉത്തരവാദിച്ച സർക്കാരാണ്. ആ സർക്കാർ പോകുമ്പോൾ ഞങ്ങളെ വിശ്വാസത്തിലെടുത്തുണ്ടോ? ഡൽഹിയിലേക്ക് വരും, മന്ത്രിമാരെ കാണും, രാത്രി തലമുണ്ടിട്ട് കാണാൻ പോകും പിണറായി വിജയൻ. ഞങ്ങളെ ആരും അറിയിക്കാറില്ല.
ഒരു തവണ പോലും കേരളത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് ഉന്നയിക്കണം, പ്രധാനമന്ത്രിയെ കാണണം, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു രേഖ തരാൻ പറ. ഞങ്ങൾക്ക് ഒരു കത്ത് പോലും തന്നിട്ടില്ല. ഇവര് വരുന്നു, ഇവരുടെ സ്വന്തം കാര്യം നോക്കുന്നു, നമ്മുടെ SNC ലാവലിൻ മാറ്റിവെക്കാനുള്ള ചർച്ച നടത്തുന്നു, തിരികെ പോരുന്നു. അതാണ് ഞങ്ങൾക്ക് ആക്ഷേപിക്കാനുള്ളത്. എന്താ സ്വകാര്യ അജണ്ട ഇവരും BJP തമ്മിൽ? ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിനെ പ്രതികരിക്കുന്ന MP മാർ ഡൽഹിയിൽ ഉണ്ടായിട്ട് ആ MP മാരോട് ചോദിക്കുകയോ പറയുകയോ അന്വേഷിക്കുക പോലും ചെയ്യുന്നില്ല. ഞങ്ങളെ കണ്ട കൈ കാണിച്ച് പോവുകയാണ് മുഖ്യമന്ത്രി. ഈ പാലക്കാടിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വലിയൊരു ത്രികോണ പോരാട്ടം നടന്നതാണ് പാലക്കാട് മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ. അവിടെ ഷാഫി ജയിച്ചു. ഷാഫി ഇവിടുന്ന് MLA സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു MP സ്ഥാനത്തിലേക്കുള്ള മത്സരത്തിൽ നിൽക്കുകയാണ്. അത് BJPയെ സഹായിക്കാനാണെന്നൊരു ആരോപണം തുടക്കം മുതൽ തന്നെ ഉയരുന്നുണ്ട്. തൊട്ടടുത്ത് ആലത്തൂര് ഒരു മന്ത്രി മത്സരിപ്പിക്കുന്നുണ്ട്. അതാരെ സഹായിക്കാനാ? കേരള സർക്കാരിന്റെ ഒരു മന്ത്രി എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്? അതപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം അല്ലേ? ഷാഫി പറമ്പിലിനെ ഡൽഹിയിലെ പാർലമെന്റിൽ ആവശ്യമുണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച, UDF തീരുമാനിച്ചാണ് വടകരയിൽ മത്സരിപ്പിക്കുന്നത്. ഇവിടെ BJPയെ സഹായിക്കാനാണ് വെച്ചാൽ ഇവരാണോ കഴിഞ്ഞ 3ാം സ്ഥാനത്തെത്തിയ ആൾക്കാർ? ഞങ്ങളും BJP തമ്മിൽ അവിടെ ഫൈറ്റ്. പാലക്കാട് തെളിവും രേഖയും മുമ്പിലിരിക്കുമ്പോഴാണ് ഈ പച്ച നുണ പ്രചരിപ്പിക്കുന്നത്. ഫൈറ്റേഴ്സ് ഞങ്ങളാണ്, UDF ആണ് പാലക്കാട് BJPയുമായിട്ട്. ഇവർ പഞ്ചപുച്ഛം അടക്കി 3ാം സ്ഥാനത്ത് പോയ ആളുകളാണ്. ഇവരാണ് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടി. ഈ ശ്രീധരന് സൗകര്യം ചെയ്ത് കൊടുത്ത CPM-മാരാ പാലക്കാട്ടുള്ളത്. ഇവർക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയുള്ളത്? ഇനി ഇലക്ഷൻ വന്നാൽ, ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങളും BJPയും തമ്മിലാണ് പാലക്കാട് അസംബ്ലി മത്സരം. നോക്കിക്കോ മത്സരത്തിൽ ആരാ ജയിക്കുകയെന്ന്. ഇവിടെ CPM-ന് ഒരു പ്രസക്തിയും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലേ ഇല്ല. ഇവരാണ് BJPയുമായിട്ട് അന്തർധാര. BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് മികച്ചതെന്ന് പറഞ്ഞത് ആരാ? LDFന്റെ കൺവീനറാണ് ജയരാജൻ. ഞങ്ങളുടെ പാർട്ടിക്കാരല്ല. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ആൾ വന്ന് ആരാ ബ്രോക്കർമാരുടെ ജോലി എടുക്കുന്നത്? ഈ ജയരാജന്മാരെ പോലുള്ള ആൾക്കാരാ. കേരളത്തിലെ BJPയുടെ സംസ്ഥാന എല്ലാ നേതാക്കന്മാരും ജനപ്രിയ നേതാക്കന്മാർ, അവർ മികച്ച ആളുകൾ. CPM വാദിക്കുക പരസ്യമായിട്ട്. അപ്പൊ ആരായിട്ട് ബന്ധം? ഈ SNC ലാവലിൻ കേസ് തേച്ചുമാച്ച് കളയാൻ അല്ലെങ്കിൽ നീട്ടിവെക്കാൻ രഹസ്യ ധാരണ ഉണ്ടാക്കി അഴിമതിയുടെ കുംഭകോണം നടത്തി രണ്ടു കൂട്ടരും തമ്മിൽ ഷെയർ ചെയ്യുക. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. സത്യം. ലോക്സഭയിൽ മത്സരം LDF UDF തമ്മിലാണോ അതോ LDFും UDFും BJPയും തമ്മിലാണോ? വളരെ സത്യസന്ധമായി പറഞ്ഞാൽ UDFും LDFും തമ്മിൽ തന്നെ മത്സരം. എന്തായാലും സംശയം? കഴിഞ്ഞ തവണ 1,05,000 വോട്ടിന് ജയിച്ചു നിന്ന സ്ഥാനാർത്ഥിയാണ് തോൽപ്പിച്ച് 11,637 വോട്ടിന് UDF എൻ്റെ നേതൃത്വത്തിൽ വിജയിച്ചത്. അതിന് തൊട്ടു മുമ്പ് 1,422 വോട്ടിനാണ് LDF ജയിച്ചത്. അപ്പം അങ്ങനെ LDFിൻ്റെ ഒരു കുത്തക മണ്ഡലമൊന്നുമല്ല. അത് നിസ്സാര വോട്ടിന് പലപ്പോഴും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയ ഇത് കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു മണ്ഡലമാണ്. മാത്രമല്ല ഈ ജനവിരുദ്ധ നയങ്ങളൊക്കെ CPM-മാരും BJPക്കാരും എനിക്ക് വോട്ട് ചെയ്യും. എന്താ കാരണം? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തില്ല, 50 രൂപയ്ക്ക് പെട്രോളിന് 106 രൂപ, 385 രൂപ ഗ്യാസ് ഉണ്ടായിരുന്ന 920 രൂപ. എങ്ങനെ സഹിക്കും? തൊഴിലുണ്ടോ? 2 കോടി തൊഴിൽ കൊടുക്കാൻ 2 ലക്ഷം കൊടുത്തിട്ടുണ്ടോ? വിദേശത്തുള്ള കള്ളപ്പണം കൊണ്ടുവന്ന് എല്ലാവർക്കും 15 ലക്ഷം വെച്ച് കൊടുക്കാമെന്ന് പ്രധാനമന്ത്രി പാലക്കാട് വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്. ഇപ്പൊ ഒന്നും മിണ്ടാതെ കൈ കാണിച്ചു പോയി. എനിക്കൊന്നും പറയാനില്ല. അത് എങ്ങനെ BJPക്ക് വോട്ട് കൂടും? എങ്ങനെ CPM-ന് വോട്ട് ചെയ്യും? മുൻ MP കൂടിയായ A. വിജയരാഘവനാണ്, ഒരു തലമുതിർന്ന നേതാവ് കൂടിയാണ് എതിരാളിയായി താങ്കൾക്ക് വന്നിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ്? ഒരു കുഴപ്പമില്ല. 35 വർഷം മുമ്പ് പുള്ളി 2 വർഷം ഇവിടെ MP ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് വേറെ അപകടമൊന്നുമില്ല. അപ്പോൾ 100% താങ്കൾക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് ആത്മവിശ്വാസം? ഭൂരിപക്ഷവും വിജയവും ജനം തീരുമാനിക്കും. ഞാൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങൾ എന്നെ കൈവിടില്ല. 5 വർഷം ഒരു MP എന്നുള്ള നിലയിൽ നിറസാന്നിധ്യമായി മണ്ഡലത്തിലുണ്ടായിട്ടുണ്ട്. പാവങ്ങളുടെ കണ്ണീരൊപ്പാനുണ്ടായിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. പാലക്കാടിന്റെ ശബ്ദം പാർലമെന്റിലും കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെയും ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. വെറും ഉന്നയിക്കൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നേടിയെടുത്ത 5 വർഷമാണ് കടന്നുപോയത്. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരു ചോദ്യം കൂടി, ഈ ഞങ്ങൾ പല മണ്ഡലങ്ങളും സന്ദർശിച്ച് വന്നതാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ വേനൽ ചൂടും അതിൻ്റെ ഒരു തീക്കാറ്റ് വീശിയടിക്കുന്നത് ഈ മണ്ഡലത്തിലാണ്. എങ്ങനെയാണ് ഈ കൊടും ചൂടിനെ നേരിട്ടുകൊണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടിനെ നേരിടുന്നത്? ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്ക് ഈ ചൂടൊക്കെ സുപരിചിതമാണ്. ഒരു കാരണം നിങ്ങൾ കണക്ക് നോക്കിയാൽ എല്ലാ ഇലക്ഷനും, പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ എല്ലാം നടക്കുന്നത് നല്ല കഠിനമായ അന്തരീക്ഷത്തെ ചൂടുള്ള സമയമാണ്. ഞങ്ങളിവിടെ ജനിച്ചു വളർന്നവരായതുകൊണ്ട് ആ ചൂട് സഹിക്കാനും ആ ചൂടിനെ നേരിടാനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പുറമേ നിന്ന് വരുന്ന സ്ഥാനാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എതിർ സ്ഥാനാർത്ഥികളുടെ ചൂടിന്റെ വിഷയത്തിൽ പോലും അത്തരത്തിൽ തന്നെയാണ് പ്രതികരണം. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് ശ്രീ VK ശ്രീകണ്ഠൻ പ്രകടിപ്പിക്കുന്നത്. തന്റെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ വിരുദ്ധ നയങ്ങൾ തന്നെ വിജയത്തിന് സഹായിക്കും എന്നുകൂടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നു.
എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് നമ്മുടെ ഗോദ വീണ്ടും ഇന്നലെ നമുക്ക് ഗോദ നടത്താൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ഗോദ വീണ്ടും ആരംഭിക്കുകയാണ്. ഇന്ന് ആലത്തൂരാണ്. ആലത്തൂർ താലൂക്ക് ഓഫീസിന് മുന്നിലെ ദേശീയ മൈതാനത്താണ് ഇന്ന് ഗോദ നടക്കുന്നത്. 3 പാർട്ടികളും ആവേശത്തോടുകൂടി തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ ഗോദകളിലും പങ്കെടുത്തിട്ടുണ്ട്. വളരെ തീവ്രമായി തന്നെ എനിക്ക് തോന്നുന്നു സാധാരണ രാഷ്ട്രീയക്കാരെക്കാൾ വളരെ തീവ്രമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾ, ഈ ചാനൽ മുറികളിൽ വരുന്ന ചോദ്യങ്ങളെക്കാൾ ഷാർപ്പായ ചോദ്യങ്ങൾ സാധാരണ ജനങ്ങൾ ഡയറക്റ്റായിട്ട് രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്നു. അത്തരം ഒരു രഞ്ജിത്ത് ഒരുപാട് ചാനൽ ചർച്ചകൾ നടത്തിയിട്ടുള്ള ആളാണല്ലോ. രഞ്ജിത്തിന് അതെങ്ങനെ തോന്നുന്നു? ഈ ചാനൽ മുറിയിലെ ചർച്ചയാണോ അതോ ഈ പുറത്ത് സാധാരണ ജനങ്ങളുടെ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളാണ്? എങ്ങനെയാണ് അതിന്റെ ഒരു വ്യത്യാസം കാണുന്നത്? അല്ല, നമ്മൾ മനസ്സിൽ കാണാത്ത വിധത്തിലുള്ള ചോദ്യങ്ങളാണ് പലതും. ഈ സാധാരണക്കാരായി നമ്മൾ വിചാരിക്കുന്ന ആളുകൾ സാധാരണക്കാരല്ല, അവര് ഈ പറഞ്ഞതുപോലെ അവർ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന രാഷ്ട്രീയ ബോധമുള്ളവരാണ്, സ്ഥിരമായി പങ്കെടുക്കുന്നവരല്ല. അതിനകത്ത് പ്രശ്നം ഈ നമ്മൾ ഇന്നലെ ചില ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യം, അവർക്ക് തൊഴിലില്ലായ്മയാണ് പ്രശ്നം. അവർ പഠിച്ച് അവരുടെ എഫേർട്ട് കൊണ്ട് പഠിച്ചു വളർന്നു വരുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് എവിടെയാണ് തൊഴിലെന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വീട്ടമ്മമാരുടെ ആശങ്ക നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസിന്റെ വിലയുമായി ബന്ധപ്പെട്ടും പെട്രോളിന്റെ വിലയുമായി ബന്ധപ്പെട്ടും ഈ വീട്ടു സാധനങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ടും പച്ചക്കറി ഈ പറഞ്ഞതുപോലെ പലചരക്ക് സാധനങ്ങളുടെയൊക്കെ വിലയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ്. അപ്പോൾ അവർക്ക് അത് വളരെ കൃത്യമായി തന്നെ തങ്ങളെ ഭരിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തോട് ചോദിക്കാനുള്ള അവസരം കൂടിയാണ് നമ്മൾ ഗോധയിലൂടെ. അവർക്ക് മറ്റവസരമില്ല. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഒരു പക്ഷേ അത് ചോദിച്ചേക്കാം. പക്ഷേ അപ്പോഴും അവർക്ക് ഷാർപ്പായുള്ള ചോദ്യം പ്രശ്നമാണ്. ഈ ജനത്തിന്റെ ആവേശം എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് വളരെ കൃത്യമായി തന്നെ BJPയുടെയോ CPMന്റെയോ കോൺഗ്രസിന്റെയോ പ്രതിനിധിയോട് വളരെ കൃത്യമായി ചോദിക്കുന്ന സീനുകളാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. അങ്ങനെ ഓരോ ചർച്ചയിലും വ്യത്യസ്തമായ ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന വളരെ ഷാർപ്പായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പെസിഫിക്കായ ചോദ്യങ്ങൾ ചോദിക്കുന്ന നിരവധി ആളുകളുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഗോധ പോലെയുള്ള പരിപാടികളുടെ ഒരു പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരം വിഷയങ്ങൾ മാത്രമല്ല, ഷാർപ്പായ പൊളിറ്റിക്കൽ വിഷയങ്ങൾ, ഇപ്പോൾ CAയുടെ വിഷയത്തിലൊക്കെ വന്നാലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അയോധ്യ രാമക്ഷേത്രമായി നിർമ്മാണം എന്ന വിഷയം വന്നാലും ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നാലും എന്തിന് ഈവൻ ഗാന്ധി വധം പോലും വധമാണ് മരണമാണ് എന്നൊക്കെ തരത്തിലേക്ക് പോലും ചില അത്ര സാധാരണ മനുഷ്യർ ആ തരത്തിലേക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഈ ചാനൽ ചർച്ചകളിലും ഒക്കെ പങ്കെടുക്കുന്ന ആളുകളെക്കാൾ അല്ലെങ്കിൽ ഈ വലിയ നേതാക്കളെക്കാൾ ഷാർപ്പായി പൊളിറ്റിക്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നത്, അങ്ങനെ കഴിയുന്ന എത്രയോ ആളുകൾ നമ്മുടെക്കിടയിൽ എന്റെ റിയാലിറ്റി വളരെ കൃത്യമായി അനുഭവിച്ചറിയുന്ന ആളുകളാണ്. അവരോടാണ് ഈ ആളുകൾ, ഈ രാഷ്ട്രീയ നേതാക്കൾ മറുപടി പറയേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ അതിനുള്ള വേദി നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇന്ന് നേരത്തെ പറഞ്ഞ ഒരു ആലത്തൂരാണ്, നാളെ കോട്ടയത്താണ്. അങ്ങനെ നമ്മൾ ഓരോ മണ്ഡലങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇതുവരെയുള്ള ചർച്ചകളൊക്കെ അതിഗംഭീരമായി തന്നെ പ്രേക്ഷകരുടെ ഈ വോട്ടർമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇത് സ്വാഭാവികമായി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നമുക്ക് തൽക്കാലം മോർണിംഗ് വൈബ്സ് പൂർണ്ണമാകും. എന്തായാലും നടത്തക്കാർ അവരുടെ നടത്താൻ കഴിഞ്ഞ് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് വൈബ്സും പൂർണ്ണമാകാനുള്ള സമയമാകുന്നു. എന്തായാലും വൈകിട്ട് ഇനി ആലത്തൂരിലെ ഗോദയിൽ കാണാം. അതോടൊപ്പം തന്നെ അതിനിടയിൽ സ്ഥാനാർത്ഥികളൊക്കെ കാണേണ്ടതുണ്ട്. മോർണിംഗ് വൈബ്സ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന